മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. അപ്പം മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള മൾട്ടിവേരിയേറ്റ് നോർമലാണ് കാണുന്നത്. ഒന്ന് നോൺ സിംഗുലർ നോർമൽ ആൻഡ് നെക്സ്റ്റ് ഈസ് സിംഗുലർ നോർമൽ. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൊവേരിയൻസ് മെട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ വേരിയൻസ് മെട്രിക്സ് അല്ലെങ്കിൽ വേരിയൻസ് കൊവേരിയൻസ് മെട്രിക്സിനെ നമ്മൾ ഡിസ്പേർഷൻ മെട്രിക്സ് എന്നാണ് പറയുക. ഓക്കെ, ഡിസ്പേർഷൻ മെട്രിക്സും മീൻ വെക്റ്റർ, ഓക്കെ, അതിൻ്റെ മീൻസ് വരുന്ന വെക്റ്ററിനെ മീൻ വെക്റ്റർ. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഡിഫൈൻ ചെയ്യുക ഒരു പി വേരിയേറ്റ് നോർമൽ വെക്റ്ററിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റാൻഡം വെക്റ്റർ എക്സ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു പി വേരിയേറ്റ് വെക്റ്ററാണ്. എന്ന് വെച്ചാൽ ഈ റാൻഡം വെക്റ്ററിൻ്റെ ഡയമെൻഷൻ പി ആണ്. അതായത് ഇതിനുള്ളിൽ പി വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ഇപ്പം നമ്മളൊരു മനുഷ്യനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് x1 എന്ന വേരിയബിൾ, വെയ്റ്റ് x2 എന്ന് പറയുന്ന വേരിയബിൾ, ഏജ് x3 എന്ന് പറയുന്ന വേരിയബിൾ. അങ്ങനെ എന്തെങ്കിലും പി നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം അതിനെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാനായിട്ടാണ് നമ്മളൊരു റാൻഡം വെക്റ്റർ എടുക്കുക. അപ്പം x1 മാത്രമുള്ളെങ്കിൽ നമുക്ക് അയാളുടെ ഹൈറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതല്ല, പല കാര്യങ്ങൾ ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ആ രോഗത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ ഓരോ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്ത് ഒന്നിച്ച് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്കൊരു റാൻഡം വെക്റ്ററാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുക. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം നമുക്ക് തുടർന്ന് എല്ലായിടത്തും ഇപ്പം ടെസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആവശ്യം വരിക, നമ്മളൊരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഒരു മൾട്ടിവേരിയേറ്റ് ഡേറ്റ ആണെങ്കിൽ അത് മൾട്ടിവേരിയേറ്റ് നോർമൽ ആണ് എന്നുള്ള അസംഷനിലായിരിക്കും നമ്മൾ മുൻപോട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റാൻഡം വെക്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ റാൻഡം വെക്റ്റർ ഒരു മൾട്ടിവേരിയേറ്റ് നോൺ സിംഗുലർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മീൻ വെക്റ്റർ മ്യൂ ആൻഡ് ഡിസ്പേർഷൻ മെട്രിക്സ് സിഗ്മ. ഓക്കെ, മ്യൂ ഒരു വെക്റ്ററാണ്, സിഗ്മ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, P/P മെട്രിക്സ് ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് സിഗ്മ നോട്ട് ഈക്വൽ ടു 0. അതായത് സിഗ്മയുടെ ഡിറ്റർമിനന്റ് 0 ആകുന്ന കേസിൽ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിംഗുലർ നോർമൽ ആക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പം ഡിറ്റർമിനന്റ് സിഗ്മ നോട്ട് ഈക്വൽ ടു 0. അത് മാത്രമല്ല, ഡിസ്പേർഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് ഓൾസോ എ പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ്. അത് ലീനിയർ ആൾജിബ്രയിൽ പഠിക്കുന്നതാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നുള്ള ടേംസ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിസ്പേർഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഓക്കെ, അതാണ് നോൺ സിംഗുലർ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പെക്യുലാരിറ്റി. ഡിറ്റർമിനന്റ് സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0. It cannot be less than 0. It can be 0 and then this multivariate normal distribution does not exist and we say that is a singular normal distribution. Okay, അപ്പം ഇവിടെ എന്താണ് ഇതിൻ്റെ PDF വരിക? സോ ദ PDF ഈസ് fx ഓഫ് സ്മോൾ എക്സ്. അപ്പം വെക്റ്ററാണ്, നമ്മൾ എക്സിൻ്റെ താഴെ ആ ഒരു ബാർ വരയ്ക്കുന്നത് വെക്റ്ററിനെ സൂചിപ്പിക്കാനായിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് ഗിവൺ ബൈ 2π raised to -p/2 ഡിറ്റർമിനന്റ് സിഗ്മ raised to -1/2 e raised to -1/2 x minus mu transpose sigma inverse x minus mu for x belongs to Rp determinant sigma greater than 0 also mu belongs to Rp. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ PDF എന്ന് പറയുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് യൂണിവേരിയേറ്റ് നോർമലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, ഇവിടെ ഇതിൻ്റെ വെക്റ്റർ മെട്രിക്സ് ഫോമിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരിക. ഇത് സിമ്പിൾ ടേംസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ Pക്ക് 1 കൊടുത്തിട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
സിംഗിൾ ടേംസ് ആണെന്ന് കൺസിഡർ ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് യൂണിവേരിയേറ്റ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ t ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാലാണ് ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും കിട്ടുക. അപ്പം ഈ ഒരു PDF നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത സെമസ്റ്ററിലുള്ള മൾട്ടിവേരിയേറ്റ് അനാലിസിസിലാണെങ്കിൽ പോലും മുഴുവൻ നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമൽ ആണ് കൺസിഡർ ചെയ്യുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു PDF ആണ് ഇത്. ബൈഹാർട്ട് ഉണ്ടാവണം. അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിരിക്കാൻ വേണം. ഓക്കെ, ഇവിടെ മീൻ വെക്ടറിൻ്റെയും ഡിസ്പെർഷൻ മെട്രിക്സിൻ്റെയും ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ മീൻ വെക്ടർ മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x1, എക്സ്പെക്ടേഷൻ ഓഫ് x2, എക്സെട്ര എക്സ്പെക്ടേഷൻ ഓഫ് xp ആണ്. ദെൻ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പെർഷൻ മെട്രിക്സ് ഓഫ് എക്സിനെ ഇങ്ങനെയാണ് d ഓഫ് x എന്നാണ് കൺസിഡർ ചെയ്യുക. എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് x മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ ആണ് യൂണിവേരിയേറ്റ് കേസിൽ. അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നത് ദ വെക്ടർ മ്യൂ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് x മൈനസ് മ്യൂ ഇൻറ്റു x മൈനസ് മ്യൂ ട്രാൻസ്പോസ്. ഓക്കെ, ആ മെട്രിക്സ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതുക, x മൈനസ് മ്യൂ ഇൻറ്റു x മൈനസ് മ്യൂ ട്രാൻസ്പോസ്. അപ്പം നമുക്കൊരു മെട്രിക്സ് ആണ് കിട്ടുക. അതിൻ്റെ ഓരോ വാല്യൂവിൻ്റെയും എക്സ്പെക്ടേഷൻ. അപ്പം നിങ്ങളുടെ നോട്ടിൽ അതിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് മെട്രിക്സ് ഫോമിൽ എക്സ്പെക്ടേഷൻ ഓഫ് x1 മൈനസ് മ്യൂ 1 ദ ഹോൾ സ്ക്വയർ. അതാണ് സിഗ്മ 1 എന്ന് പറയുക, അല്ലെങ്കിൽ സിഗ്മ 1 സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് സിഗ്മ 1 2, സിഗ്മ 2 1 എന്ന് പറയുന്നത് കൊവേരിയൻസ് ബിറ്റ്വീൻ x1 ആൻഡ് x2. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഈ നോട്ടിൽ നമ്മൾ സിലബസിൽ കവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് വരെ നോട്ട്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരില്ല. നിങ്ങൾ ആ നോട്ട്സൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ p ഈക്വൽ ടു 2 ആകുന്ന കേസിൽ നമുക്ക് സിഗ്മ ഇൻവേഴ്സ് ഡിറ്റർമിനൻ്റ് സിഗ്മയുടെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബൈവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനിലേക്ക് PDF-ലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അത് നേരത്തെ നിങ്ങൾ പഠിച്ചതുകൊണ്ട് അത് ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് p ഈക്വൽ ടു 2 ആകുന്ന കേസിൽ ബൈവേരിയേറ്റ് നോർമലിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ നമുക്ക് വ്യത്യാസം വരുന്നത് x മൈനസ് മ്യൂ ട്രാൻസ്പോസ് സിഗ്മ ഇൻവേഴ്സ് x മൈനസ് മ്യൂ. അവിടെ എങ്ങനെയാണത് ഫോം ചെയ്യുക, അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയാണ് എക്സ്പോണൻറ്റ് ടേം വരുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ പഠിച്ച ഡെഫിനിഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ, മൾട്ടിവേരിയേറ്റ് കേസിലുള്ള ഡെഫിനിഷൻ പഠിക്കുകയാണ്. എ p-dimensional random vector has a p-variate multi-normal distribution if and only if every linear combination of the vector has a univariate normal distribution. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ ബൈവേരിയേറ്റ് നോർമലിൻ്റെ കേസിൽ പഠിച്ച അതേ കാര്യമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു ഡെഫിനിഷൻ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അതായത് ഒരു ലീനിയർ കോമ്പിനേഷന് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ആ ലീനിയർ കോമ്പിനേഷന് വന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ വെക്ടറിന് ഒരു മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിരുന്നു, റാൻഡം വേരിയബിൾസിന് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഇപ്പം എക്സിനും വൈക്കും ഇസഡിനും യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ റാൻഡം വെക്ടറിന് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ എക്സ് വൈ ഇസഡിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷന് യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വെക്ടറിന് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ യൂണിവേരിയേറ്റ്, അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ്റെ മീന് വേരിയൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി വേരിയബിൾസ് ഇൻ ദ വെക്ടർ കൺസിഡർ ചെയ്യുവാണ്. ലെറ്റ് ടി ബി എ പി വേരിയേറ്റ് വെക്ടർ. ഓക്കെ, അപ്പം നമ്മൾ
ഈ വെക്ടറിനെ നമ്മളൊരു കോളം വെക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു p/1 വെക്ടർ കോളം വെക്ടർ ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. അപ്പോൾ അതെന്താണ്, t ഈക്വൽ ടു t1 t2 എക്സെട്ര tp ഒരു റോ വെക്ടർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ കോളം വെക്ടർ ആയിട്ട് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്പോസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, t1 t2 എക്സെട്ര tp ട്രാൻസ്പോസ് ആണ് t എന്ന് പറയുന്നത്. ഇനി t എന്ന് പറയുന്നത് ഒരു കോളം വെക്ടർ ആണ്. അപ്പൊ t ട്രാൻസ്പോസ് എന്താണ്, റോ വെക്ടർ. ഓക്കെ, നമുക്കിതൊരു ഇപ്പം മെട്രിക്സ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ടി എക്സ് ട്രാൻസ്പോസ്. അതേസമയം ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ടി ട്രാൻസ്പോസ് എക്സ്. ഇപ്പം ടി ട്രാൻസ്പോസ് എക്സ് എന്ത് വരും, t1 x1 പ്ലസ് t2 x2 പ്ലസ് എക്സെട്ര പ്ലസ് tp xp. ഇപ്പം ഇതിൻ്റെ എക്സ്പെക്ടേഷൻ, അതായത് ഇതിൻ്റെ മീൻ വെക്ടറും ഡിസ്പേർഷൻ മെട്രിക്സും നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അതായത് നമുക്കിപ്പം പ്രാക്ടിക്കലിനാണെങ്കിൽ പോലും പ്രോബ്ലംസ് വരാം. നമുക്കൊരു വെക്ടർ ഉണ്ട്, അതിനൊരു മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം നമുക്കൊരു മീൻ വെക്ടർ, ഒരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ മീൻ വെക്ടർ, മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, ടി ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ, ഒരു യൂണിവേരിയേറ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിനൊരു യൂണിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത്. അപ്പോൾ അതിൻ്റെ മീനും വേരിയൻസും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ ടി ഐ എക്സ് ഐ ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ്പെക്ടേഷൻ ഓഫ് ടി ഐ എക്സ് ഐ. ദെൻ ടി ഐ we can take outside, so that is summation over ti expectation of xi. expectation of xi എന്താണ്, mu i. അപ്പോൾ summation ti mu i നെ നമുക്ക് എങ്ങനെ എഴുതാം, t transpose mu, അതായത് t1 mu1 plus t2 mu2 plus etc plus tp mu p. ശരിയാണല്ലോ. അപ്പം t transpose x ന്റെ എക്സ്പെക്ടേഷൻ എന്താണ്, t transpose mu. t എന്ന് പറയുന്ന വെക്ടറും mu എന്ന് പറയുന്ന മീൻ വെക്ടറും അറിയാമെങ്കിൽ അതിൻ്റെ മീൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ അതേപോലെ തന്നെ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം വേരിയൻസ് ഓഫ് ടി ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ടി ട്രാൻസ്പോസ് എക്സ് മൈനസ് ടി ട്രാൻസ്പോസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ടി ട്രാൻസ്പോസ് എക്സ് മൈനസ് ടി ട്രാൻസ്പോസ് മ്യൂ ഇൻറ്റു ടി ട്രാൻസ്പോസ് എക്സ് മൈനസ് ടി ട്രാൻസ്പോസ് മ്യൂ ഹോൾ ട്രാൻസ്പോസ്, അങ്ങനെ ഒരു ഫോമിൽ എഴുതാമല്ലോ. ഓക്കെ, സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ യൂണിവേരിയേറ്റ് ആയതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്ന് ടി ട്രാൻസ്പോസ് ഔട്ട്സൈഡ് എടുത്തു, മിച്ചം വരുന്ന എക്സ് മൈനസ് മ്യൂ. അടുത്ത ടേമിൽ നിന്ന് ടി ട്രാൻസ്പോസ് ഔട്ട്സൈഡ് എടുത്തു, ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ എന്തായി, എക്സ് മൈനസ് മ്യൂ ട്രാൻസ്പോസ് ഇൻറ്റു ടി ട്രാൻസ്പോസ് ദ ട്രാൻസ്പോസ്. അപ്പം ടി ട്രാൻസ്പോസ് ട്രാൻസ്പോസ് എന്താണ്, ടി തന്നെ. സോ ഇതെന്തായി, ടി ട്രാൻസ്പോസും ടിയും കറസ്പോണ്ടിങ് സൈഡിൽ ഔട്ട്സൈഡായി. ബാക്കി എക്സ്പെക്ടേഷൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, എക്സ് മൈനസ് മ്യൂ ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ട്രാൻസ്പോസ്. അതെന്താണ്, ദ മാട്രിക്സ് സിഗ്മ. സോ വി ഗെറ്റ് ടി ട്രാൻസ്പോസ് സിഗ്മ ടി. അപ്പോൾ ടി ട്രാൻസ്പോസ് എക്സിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ ആ ലീനിയർ കോമ്പിനേഷൻ്റെ വേരിയൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ടി ട്രാൻസ്പോസ് സിഗ്മ ടി ഉപയോഗിച്ച്. ദാറ്റ് ഈസ് എ സിംഗിൾ വാല്യൂ, ഇറ്റ് ഈസ് നോട്ട് എ മെട്രിക്സ്. ഓക്കെ, ടി ട്രാൻസ്പോസ് സിഗ്മ എന്ന് പറയുന്നത് നമുക്കൊരു റോ വെക്ടർ ആയിട്ട് കിട്ടും. സോ ദാറ്റ് റോ വെക്ടർ ഇൻറ്റു ദ കോളം വെക്ടർ ടി എന്ത് കിട്ടും, സിംഗിൾ വാല്യൂ കിട്ടും. സോ ഇഫ് വി ഹാവ് എ മൾട്ടിവേരിയേറ്റ് വെക്ടർ, മൾട്ടിവേരിയേറ്റ് നോർമൽ വെക്ടർ എക്സ് and the linear combination t transpose x, then its distribution is normal distribution with the mean t transpose mu and variance t transpose sigma t. ഇത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പം ക്ലിയർ ആവും. ഓക്കെ, ഇങ്ങനെ ആൻസർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടും ടി ട്രാൻസ്പോസ് മ്യൂ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആണ്, ടി ട്രാൻസ്പോസ് സിഗ്മ ടി എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂ ആണ്, വെക്ടറോ മെട്രിക്സോ ഒന്നും അല്ല കിട്ടുന്നത്. ഓക്കെ, so if we have the same vector under two different linear combinations, then its covariance between the two different linear combinations is given by t transpose sigma m. ഓക്കെ, ഇതും എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതിൻ്റെ ജനറൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെയാണ്. ഈ കാര്യങ്ങളിൽ സിമ്പിൾ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു വിടുക. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഓക്കെ, എം ജി എഫിൽ
ടിക്ക് പകരം IT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അപ്പം എങ്ങനെയാണ് മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക എക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറ്റ് ദ വെക്റ്റർ ടി. ഓക്കെ, T1 T2 എക്സെട്ര TP എന്ന് പറയുന്ന ആ ഒരു വെക്ടറിലാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് e raised to I T ട്രാൻസ്പോസ് x. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് e raised to I T1 x1 പ്ലസ് T2 x2 പ്ലസ് എക്സെട്ര പ്ലസ് TP xp. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു റിസൾട്ടാണ് എക്സ് ഫോളോസ് P variate normal distribution if and only if T transpose X follows univariate normal with mean and variance T dash mu and T dash sigma T. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന നൊട്ടേഷൻ ശ്രദ്ധിക്കണം. മൾട്ടിവേരിയേറ്റ് നോർമലിന് നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷനാണ് അത് NP mu sigma. അത് മുന്നോട്ട് പോകും തോറും കൂടുതൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് പരിചയമാവും. അപ്പം മറക്കാതെ ആ ഒരു ഫോമിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, കയ്യിൽ ഈ റിസൾട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ യൂണിവേരിയേറ്റ് നോർമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൂടി ഉപയോഗിച്ചാണ് മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എഴുതുക. അപ്പം നമുക്ക് T ട്രാൻസ്പോസ് എക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. സോ T ട്രാൻസ്പോസ് എക്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേരിയേറ്റ് ഒരു വേരിയബിൾ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് its characteristic function as phi T transpose X of small t. Okay, single variable t മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. That is expectation of e raised to I T transpose xt. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ദി വെക്റ്റർ x at t into t transpose at the vector t into t transpose. അതായത് t1 t2 എക്സെട്ര t ആ ഒരു വെക്ടറിലുള്ള എക്സ് എന്ന് പറയുന്ന വെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈ ഒരു ഫോമിലേക്ക് ഇതിനെ എഴുതാം. അപ്പോൾ നമുക്ക് ടി ട്രാൻസ്പോസ് എക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം യൂണിവേരിയേറ്റ് നോർമലിൻ്റെ വെച്ചിട്ട്. സോ എക്സ് ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? e raised to I mu t minus t square sigma square by 2. സോ T ട്രാൻസ്പോസ് എക്സ് ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണ്? മീനും വേരിയൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e raised to I T ട്രാൻസ്പോസ് mu t മൈനസ് t സ്ക്വയർ T ട്രാൻസ്പോസ് സിഗ്മ t by 2. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടായിരുന്നു phi T ട്രാൻസ്പോസ് എക്സ് ഓഫ് t എന്ന് പറയുന്നത് phi x ഓഫ് t ട്രാൻസ്പോസ് ആണെന്ന്. ശരിയല്ലേ? അപ്പം phi x ഓഫ് t ട്രാൻസ്പോസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്മോൾ ടിക്ക് നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എക്സ് എന്ന് പറയുന്ന റാൻഡം വെക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറ്റ് ദി വെക്ടർ t. സോ വാട്ട് വി ഗെറ്റ്? e raised to I t ട്രാൻസ്പോസ് mu minus 1/2 t ട്രാൻസ്പോസ് സിഗ്മ t for t element of RP. ഓക്കെ, ഇതാണ് ഒരു മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ടിടത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, യൂണിവേരിയേറ്റിൽ നിന്ന് ആണ് നമ്മുടെ മൾട്ടിവേരിയേറ്റിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു റിസൾട്ട് അവിടെ ഉള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിയുമ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതിൻ്റെ മീനും വേരിയൻസും ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ആ റിസൾട്ട് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഈ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തതിന് ശേഷം ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഇത് p = 2 എന്നുള്ള കേസിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ MGF കണ്ടുപിടിച്ചതാണ് അല്ലേ? അപ്പം ഇവിടെ മൾട്ടിവേരിയേറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബൈവേരിയേറ്റ് നോർമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കേസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളല്ലാതെ തന്നെ MGF ബൈവേരിയേറ്റിൻ്റെ കേസിൽ കണ്ടുപിടിച്ചതാണ് ബൈ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഈ ഒരു കേസിൽ അത് എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത്
എടുക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാവാനായിട്ട് 1-2 പ്രോബ്ലം കൂടെ തന്നിട്ടുണ്ട്. അതുകൂടി തന്നെ ചെയ്ത് നോക്കുക. അപ്പം ചെയ്യുമ്പം ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ നോട്ട്സിൽ പലയിടത്തായിട്ട് പല പല കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ ഉണ്ടാവും. അതിനകത്ത് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോവാത്തത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.